സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മളെപ്പോഴും പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴുത്തിന് കുറച്ച് വൈഡുള്ളവരോ അങ്ങനെ വൈഡ് നെക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷനാണ് അല്ലേ. നമ്മുടെ ഇന്നേഴ്സ് പുറത്ത് വന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജസ്റ്റ് ഉള്ള ഒരു കറക്റ്റ് മെഷർമെൻറ്റ് മാറിപ്പോയോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ്, കുട്ടികൾക്കോ നമുക്കൊക്കെ യൂസ് ചെയ്യാം. അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഉള്ളതാണ്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നും വന്നിട്ടില്ല, 100 രൂപയെ വന്നിട്ടുള്ളൂ. ഒരു അത്യാവശ്യം അധികം സ്ട്രിപ്പ് 50 സ്ട്രിപ്പോ 60 സ്ട്രിപ്പോ മറ്റേ വരുന്നുണ്ട് അതിൽ. ഇത് വലിയ പാക്കറ്റായിരുന്നു കേട്ടോ, ഇത് രണ്ടാമത്തെയാണ്. ഇത് വലിയ പാക്കറ്റാണ്. ഞാൻ മക്കൾക്കും കൂടി യൂസ് ചെയ്യാറുണ്ട്, കാരണം അവരൊക്കെ കുട്ടികളല്ലേ. അപ്പോൾ അവർക്കിപ്പോൾ മാലയൊക്കെ ചിലപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചിലപ്പോൾ പെൻഡൻറ്റ് ഇങ്ങോട്ട് മാറി കിടക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഹെയർ വന്ന് കിടക്കുമ്പോൾ ഇതിവിടെ കുറച്ച് പ്രാവശ്യം അവർ 2 പ്രാവശ്യം നീക്കി കഴിയുമ്പോൾ ഈ മാലയൊക്കെ വല്ല സ്ഥലത്താവും പോയി കിടക്കുക. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇൻവിസിബിൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രിപ്പാണ് കിട്ടുക. ഇത് ജസ്റ്റ് നമ്മൾ അത് ഒട്ടിക്കാനായിട്ടും ശ്രദ്ധിക്കണം. അതായത് ഇത് പൊളിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ 2 സൈഡും പൊളിച്ചെടുക്കുക. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുക. ബോഡിയിൽ ടച്ച് ചെയ്യാൻ പരമാവധി നമ്മൾ ഡ്രസ്സിൽ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഡ്രസ്സ് ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ ഡ്രസ്സും ഇന്നറും നമ്മൾ യോജിപ്പിച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നീങ്ങില്ല. ഇത് അറിയണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇന്നലെ എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്ക് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു അവരുടെ കഴുത്ത് വരുന്നത്. അപ്പം ട്രാൻസ്പെറൻറ്റിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ ആർക്കും അറിയില്ല എന്ന് തോന്നിയത്. അപ്പം എന്നാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കണ്ടാലോ. ഇതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ 2 സൈഡിലേക്ക് ഓപ്പൺ ആണ്. 2 സൈഡിലേക്ക് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മുടെ എവിടെയാണോ ഡ്രസ്സ് വരുന്നത്, സോറി കേട്ടോ, ഇതിങ്ങനെ 2 സൈഡിലോട്ട് ഡ്രസ്സ് എവിടെയാണോ വരുന്നത് അതിൽ ജസ്റ്റ് ഇത് ടച്ച് ചെയ്യുക കണ്ടോ. ഇതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതവിടെ ഇരിക്കും. ഓക്കെ അല്ലേ. പിന്നത്തെ പറിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നത്തേത് ഞാൻ വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ട്. ഇതിൻ്റെ പുറകു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്കർ പോലെ കണ്ടോ, ഇതിങ്ങനെയാണ് വരിക. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എവിടെയാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിക്കായി. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പ് 2 എടുക്കുമ്പോൾ ഇതുണ്ടോ, കണ്ടോ, കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇവിടെ നമ്മൾ എന്താ ഒട്ടിക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലോത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാലയാണെന്നുണ്ടെങ്കിൽ ഈ മാല ഇത് കണ്ടോ അവിടെ സ്റ്റിക്കായിരിക്കും കണ്ടോ. അത് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ മാത്രമേ പോരുള്ളൂ. ഡ്രസ്സിലും അങ്ങനെ ഒട്ടിക്കാം, ഇല്ല നമ്മുടെ സ്കിന്നിൽ ഒട്ടിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതാ സോറി, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഇൻവിസിബിൾ ഡ്രസ് ടൈപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അടുത്ത വഴിയെ കാണാം. ബൈ.